ഈ സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്ന ദിവസം ലോകത്തിലെ ഏറ്റവും അധികം സബ്സ്ക്രൈബർമാരുള്ള മിസ്റ്റർ ബീസ്റ്റ് എന്ന ജിമ്മി ഡൊണാൾഡ്സൺ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് 798 പബ്ലിക് വീഡിയോകളാണ്. 2012 ഫെബ്രുവരി 21 ആദ്യ വീഡിയോ അപ്ലോഡ് ചെയ്ത ദിവസം മുതൽ 6 ഭാഗങ്ങളിലായി മിസ്റ്റർ ബീസ്റ്റിന്റെ യൂട്യൂബ് ജീവിതം വിഭജിച്ച് വിശദീകരിക്കുകയാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. കഴിഞ്ഞ 12 വർഷം കൊണ്ട് ജിമ്മി മറികടന്ന മാനസിക സംഘർഷങ്ങളുടെയും ഒറ്റപ്പെടലിന്റെയും സാമ്പത്തിക തകർച്ചകളുടെയും നഷ്ടപ്പെട്ട ബന്ധങ്ങളുടെയും എല്ലാത്തിനും അവസാനം കൈവരിച്ച വൻ വിജയങ്ങളുടെയും എല്ലാം ഒരു ഫുൾ സ്റ്റോറി. ആ 6 ഭാഗങ്ങൾ ഇവയാണ്. ആദ്യ ഭാഗത്ത് ആദ്യത്തെ 1000 സബ് തികഞ്ഞ ദിവസം വരെ, രണ്ടാം ഭാഗം 10,000 സബ് തികയുന്ന ദിവസം വരെ, മൂന്നാം ഭാഗം 1,00,000 സബ്സ്ക്രൈബർമാർ തികഞ്ഞ ദിവസം വരെ, നാലാം ഭാഗം 1 മില്യൺ സബ് തികയുന്നത് വരെ, അഞ്ചാം ഭാഗം 100 മില്യൺ സബ് തികയുന്നത് വരെ, ആറാം ഭാഗം ഇന്ത്യൻ ചാനലായ ടി സീരീസിനെ കടത്തിവെട്ടി ലോകത്തിലെ ഏറ്റവും അധികം സബ്സ്ക്രൈബർമാരുള്ള ചാനലായി മിസ്റ്റർ ബീസ്റ്റ് മാറിയ ഈ ദിവസം വരെ. 2012 ഫെബ്രുവരിയിൽ വാലന്റൈൻസ് ഡേയുടെ തലേന്ന് അമേരിക്കയിൽ നോർത്ത് കരോലിനയിൽ ഗ്രീൻവില്ലയിലെ റോയൽ ഡ്രൈവിൽ 11 നമ്പർ വീട്ടിൽ നിന്നും ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ചാനലിന്റെ പേര് ദാറ്റ് ഡ്യൂഡ്. 13 വയസ്സ് മാത്രമുണ്ടായിരുന്ന ജിമ്മി ഡൊണാൾഡ്സണിന്റെ രണ്ടാമത്തെ ചാനൽ. ജിമ്മിയുടെ ആദ്യത്തെ ചാനലായ ബീസ്റ്റ് 5 TYയിൽ അന്ന് 4000-ഓളം സബ്സ്ക്രൈബർമാരുണ്ടായിരുന്നു. എന്തായാലും ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരാഴ്ച കഴിഞ്ഞ് 2012 ഫെബ്രുവരി 21 ജിമ്മിയുടെ രണ്ടാമത്തെ ചാനലായ ദാറ്റ് ഡ്യൂഡിൽ ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യപ്പെട്ടു. വേഴ്സ്റ്റ് മൈൻക്രാഫ്റ്റ് സോ ട്രാപ്പ് എവർ എന്നായിരുന്നു 2.5 മിനിറ്റ് മാത്രം ദൈർഘ്യമുണ്ടായിരുന്ന വീഡിയോയുടെ ടൈറ്റിൽ. അന്ന് യൂട്യൂബിൽ പോപ്പുലർ ആയിരുന്ന മൈൻക്രാഫ്റ്റിന്റെ ഒരു ലെറ്റ്സ് പ്ലേ വീഡിയോ. 4 ദിവസം ചാനൽ ഡാഷ്ബോർഡിൽ നോ വ്യൂസ് ആയി കിടന്ന വീഡിയോ 5-ാം ദിവസം 4 പേർ കണ്ടു. അടുത്ത 20 ദിവസം കൊണ്ട് വീഡിയോ കണ്ടത് 163 പേർ. കമന്റുകൾ ഒന്നുപോലുമില്ല. 7 ലൈക്കുകളും 2 ഡിസ്ലൈക്കുകളും. അടുത്ത വീഡിയോ മാർച്ച് 30 മൈൻക്രാഫ്റ്റിലെ തന്നെ ഹാരി പോട്ടർ മോഡിനെ കുറിച്ച്. 10 ദിവസം കൊണ്ട് ആ വീഡിയോക്ക് ലഭിച്ചത് 100-ൽ താഴെ കാഴ്ചക്കാരെ മാത്രം. ആ 2 വീഡിയോ കൊണ്ട് തന്നെ മടുത്ത ജിമ്മി പണി നിർത്തി. 2 വീഡിയോകൾക്കുമായി 2 മാസം കൊണ്ട് ആകെ ലഭിച്ചത് 400-ൽ താഴെ വ്യൂസും 14 സബ്സ്ക്രൈബർമാരും. പിന്നെ ഏതാണ്ട് 9 മാസക്കാലം ജിമ്മിയുടെ ചാനൽ ഉറങ്ങിക്കിടന്നു. ഇതിനിടെ കമന്ററിയോ സബ് ടൈറ്റിലോ ഇല്ലാതെ അധികം അധ്വാനിക്കാത്ത 12 വീഡിയോകൾ കൂടി ഈ ചാനലിൽ ജിമ്മി പോസ്റ്റ് ചെയ്തെങ്കിലും അവയെല്ലാം അധികം വൈകാതെ ഡിലീറ്റ് ചെയ്യുകയോ പ്രൈവറ്റ് ആക്കുകയോ ചെയ്തു. ജിമ്മി തന്റെ സ്കൂൾ ഗ്രാജുവേഷന്റെ അവസാന 3 വർഷങ്ങളുടെ തയ്യാറെടുപ്പിലേക്ക് പോയി. അതിനിടെ ഒരാഴ്ച കുത്തിയിരുന്ന് കരയാൻ ഭാഗത്തിലൊരു തിരിച്ചടി ജിമ്മിക്ക് കിട്ടിയിരുന്നു. ജിമ്മിക്ക് ആദ്യം ഒരു ചാനൽ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ, ബീസ്റ്റ് 5 TY. 2012 ഡിസംബർ 12 7600 സബ്സ്ക്രൈബർമാരുണ്ടായിരുന്ന ആ ചാനൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ വയലേഷന്റെ പേരിൽ യൂട്യൂബ് ഡിലീറ്റ് ചെയ്തു. കാരണം സബ് ഫോർ സബ്. മറ്റുള്ളവരുടെ വീഡിയോയ്ക്ക് സബ് ഫോർ സബ് കമന്റ് ചെയ്താണ് ആ 7600 സബ്സ്ക്രൈബേഴ്സിനെ മിസ്റ്റർ ബീസ്റ്റ് സൃഷ്ടിച്ചെടുത്തത്. അത്രയും സബ്സ്ക്രൈബർമാരുള്ളപ്പോഴും ആ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്ന മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ വീഡിയോകൾക്ക് ലഭിച്ചിരുന്നത് 10-ൽ താഴെ വ്യൂസ് മാത്രമായിരുന്നു. എന്തായാലും ആദ്യത്തെ ചാനൽ പോയതോടെ ജിമ്മി ഒരാഴ്ചത്തേക്ക് ഡിപ്രഷനിലായി. പുതിയ ചാനലായ ദാറ്റ് ഡ്യൂഡിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ ജിമ്മി തീരുമാനമെടുത്തു. ജിമ്മി ചാനലിന്റെ പേര് ദാറ്റ് ഡ്യൂഡ് എന്ന് മാറ്റി മിസ്റ്റർ ബീസ്റ്റ് 6000 എന്നാക്കി. തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയാക്കി 9 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം 2013 ജനുവരി 13 4 പബ്ലിക് വീഡിയോകൾ മിസ്റ്റർ ബീസ്റ്റ് 6000 ചാനലിൽ ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടു. അത് യൂട്യൂബിൽ വിജയിക്കാൻ ജിമ്മി കണ്ടെത്തിയ ഒരു പുതിയ തന്ത്രമായിരുന്നു. ക്വാണ്ടിറ്റി ഓവർ ക്വാളിറ്റി. സംഭവം ചറപറ വീഡിയോ ഉണ്ടാക്കി പോസ്റ്റ് ചെയ്യുക. എല്ലാം മൈൻക്രാഫ്റ്റ് പ്ലേ തന്നെ. അപ്പോഴേക്കും ചാനലിൽ 34 സബ്സ്ക്രൈബർമാരും 15,000 വ്യൂസും ലഭിച്ചിരുന്നു. ജിമ്മിയുടെ തന്ത്രം വലുതായി ഫലിച്ചില്ലെങ്കിലും ചെറിയ ഗുണങ്ങൾ കിട്ടി. 2013 അവസാനിച്ച ദിവസം തന്റെ 100ാമത്തെ വീഡിയോ ജിമ്മി അപ്ലോഡ് ചെയ്തു. എല്ലാം വീഡിയോ ഗെയിമുകൾ. 730 സബ്സ്ക്രൈബർമാരെ ലഭിച്ചു. തങ്ങളുടെ കർശനമായ മോണിറ്റൈസേഷൻ നിബന്ധനകൾ എടുത്തുമാറ്റി ആർക്കും മോണിറ്റൈസ് ചെയ്യാവുന്ന സിസ്റ്റം യൂട്യൂബ് പരീക്ഷിക്കുന്ന സമയമായിരുന്നു അത്. ഒറിജിനൽ കണ്ടന്റ് ആയിരിക്കണമെന്നല്ലാതെ ഇന്നുള്ളതുപോലെ 1000 സബ്ബോ 4000 പബ്ലിക് വാച്ച് അവറോ ആവശ്യമുണ്ടായിരുന്നില്ല. അങ്ങനെ ജിമ്മിയുടെ മിസ്റ്റർ ബീസ്റ്റ് 6000 ചാനലും മോണിറ്റൈസ് ആയി. അതുവരെ സ്വരുക്കൂട്ടിയ 80,000 വ്യൂസിൽ നിന്നും 2013 $103 ജിമ്മിക്ക് ആദ്യത്തെ റവന്യൂ ലഭിച്ചു. 2014 ജനുവരി മുതൽ തന്റെ വീഡിയോ പ്രൊഡക്ഷൻ സ്റ്റൈൽ മാറ്റാൻ ജിമ്മി തീരുമാനമെടുക്കുന്നു. എല്ലായ്പ്പോഴും വീഡിയോ ഗെയിമുകൾ മാത്രം പോസ്റ്റ് ചെയ്ത് ജിമ്മി മടുത്തിരുന്നു. പതിവ് ഗെയിം വീഡിയോകൾക്കൊപ്പം ചില റാൻഡം ടോപ്പിക്കുകളും തിരഞ്ഞെടുത്ത് ജിമ്മി വീഡിയോകൾ ഉണ്ടാക്കി. അത്തരത്തിൽ ആദ്യത്തെ വീഡിയോ 2014 ജനുവരി 12 പുറത്തിറങ്ങി. അക്കാലത്ത് ടോപ്പ് യൂട്യൂബറും ഗെയിമറുമായിരുന്ന പ്യൂഡിപൈക്ക് യൂട്യൂബിൽ നിന്നും എത്ര പണം ലഭിക്കുന്നുണ്ടെന്ന് വിശദീകരിക്കുന്ന ഒരു മോണോലോഗ് വീഡിയോ. ഗെയിം കളിക്കുന്നതിനിടയിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്ന പുതിയ ശൈലി. അന്നും ഇന്നും മിസ്റ്റർ ബീസ്റ്റിന്റെ യൂട്യൂബ് ആശാനും മാനസ ഗുരുവും പ്യൂഡിപൈയാണ്. എന്തായാലും യൂട്യൂബർമാരുടെ വരുമാനം പറയുന്ന ഈ പുതിയ രീതി ജിമ്മി തുടർന്നു. ആ ശൈലി മാറ്റം ഏറ്റു. 2014 മാർച്ച് 31 ഹൗ മച്ച് മണി ഡസ് എലമെന്റ് ആനിമേഷൻ മേക്ക് എന്ന വീഡിയോ അപ്ലോഡ് ചെയ്ത ദിവസം ജിമ്മിയുടെ ചാനലിൽ 1011 സബ്സ്ക്രൈബർമാരുണ്ടായിരുന്നു. 10,000 സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയുള്ള യാത്രയിലേക്ക് ജിമ്മി പ്രവേശിച്ചു. ആദ്യത്തെ വീഡിയോ തന്റെ യൂട്യൂബിലെ 2 വർഷങ്ങൾ എന്ന സ്വന്തം അനുഭവങ്ങളുടെ തുറന്നുപറച്ചിലായിരുന്നു. പിന്നെ പതിവ് ശൈലിയിൽ ഗെയിം കളിക്കുന്നതിനൊപ്പം റാൻഡം ടോപ്പിക്കുകൾ തിരഞ്ഞെടുത്ത് വിശദീകരിച്ചു. ഇതിനിടെ 3 തവണ ചാനലിന്റെ പേര് മറിച്ചും തിരിച്ചും എല്ലാം മാറ്റി. ആദ്യം മിസ്റ്റർ ബീസ്റ്റ് 6000 എന്നത് മാറ്റി ബീസ്റ്റ് എന്ന് മാത്രമാക്കി. ഇത് വീണ്ടും മാറ്റി മിസ്റ്റർ ബീസ്റ്റ് 6000 എന്ന് തന്നെയാക്കി. ഒരുപാട് മുന്നോട്ട് പോകാനുണ്ടെങ്കിലും അടുത്ത പ്രതിസന്ധി തലപൊക്കി. ജിമ്മിക്ക് ഗെയിം കളിക്കാനുള്ള താല്പര്യമേ ഇല്ലാതായി. ഇനി എന്ത് കണ്ടന്റ് ചെയ്യുമെന്ന് ഉറക്കമില്ലാതിരുന്ന ജിമ്മി തലപുകഞ്ഞു. റാൻഡം ടോപ്പിക്കുകളുടെ പെരുന്നാളായിരുന്നു. പിന്നെ വായിൽ തോന്നിയത് എല്ലാം ജിമ്മി വീഡിയോയാക്കി. ഇന്റർനെറ്റിൽ നിന്ന് വീഡിയോകൾ കട്ടെടുത്ത് കമ്പൈലേഷനുകൾ വരെ ചെയ്തു. റോസ്റ്റിംഗ്, റിയാക്ഷൻ, പ്രാങ്കിംഗ്, കോമഡി, അൺബോക്സിംഗ്, പ്രൊഡക്റ്റ് റിവ്യൂസ്, ട്രാവൽ വ്ലോഗ്, മോട്ടിവേഷൻ, അങ്ങനെ യൂട്യൂബിൽ എന്തെല്ലാം നിശകളുണ്ടോ അതെല്ലാം ചെയ്ത് ചാനൽ ആകെ അലങ്കോലമാക്കി. ഏതാണ്ട് 400-ലേറെ വീഡിയോകൾ. At the time I'm recording this video, I have 8,000 subscribers and 1.8 million views. Dude, if I don't have 1 million subscribers when you see this video,
My entire life has been a failure. I hope I have 1 million subs. 2015 ഒക്ടോബർ 15-നാണ് തന്റെ ഐതിഹാസിക വിലയിരുത്തൽ വീഡിയോ ജിമ്മി ഷൂട്ട് ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾ കാണുന്ന ദിവസം എനിക്ക് 1 മില്യൺ സബ്സ്ക്രൈബർമാർ ഇല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക, ഞാനൊരു തോൽവിയായിരുന്നു എന്നായിരുന്നു വീഡിയോയിലെ സന്ദേശം. എന്തായാലും 5 വർഷത്തിന് ശേഷം 2020-ലാണ് ജിമ്മി ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത്. അന്ന് ജിമ്മിക്ക് യൂട്യൂബിൽ 43 മില്യൺ സബ്സ്ക്രൈബർമാരുണ്ടായിരുന്നു. 2015-ലേക്ക് തന്നെ തിരിച്ചു വരാം. എന്തായാലും ഭ്രാന്ത് പിടിച്ചതുപോലുള്ള ആ പോക്കിന് ഫലമുണ്ടായി. 2015 നവംബറിൽ ജിമ്മി 10,000 സബ് തികച്ചു. രണ്ടാം ഘട്ടത്തിനും വിജയപരിസമാപ്തി. ഇനി 1 ലക്ഷത്തിന് വേണ്ടിയുള്ള പരക്കം പാച്ചിലാണ് ജിമ്മി തയ്യാറെടുത്തു. ഇതിനിടെ സ്വന്തം മകന്റെ 3 വർഷം ഹോമിച്ച യൂട്യൂബ് യാത്രക്കെതിരെ അമ്മ സ്യൂ ഡൊണാൾഡ്സൺ വടിയെടുത്തു. ഇത് ഇന്നിവിടെ നിർത്തണമെന്നും യൂണിവേഴ്സിറ്റി പ്രവേശനത്തിന് തയ്യാറെടുക്കാനുമായിരുന്നു അമ്മയുടെ നിർദ്ദേശം. അതിന് ജിമ്മി തയ്യാറായിരുന്നില്ല. അമ്മയും മകനും സൗന്ദര്യപ്പിണക്കത്തിലായി. സ്വതന്ത്രമായി ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒരു സ്ഥലവും തന്റെ ചാനലിന്റെ വളർച്ചയ്ക്ക് ഒരു കൂട്ടാളിയും ജിമ്മിക്ക് ആവശ്യമായിരുന്നു. അങ്ങനെയാണ് മിസ്റ്റർ ബീസ്റ്റിന്റെ ചരിത്രത്തിലേക്ക് ഉറ്റ ചങ്ങാതി ക്രിസ് ടൈസണിന്റെ വരവ്. അമ്മയിൽ നിന്ന് രക്ഷപ്പെടാൻ ക്രിസിന്റെ ഗാരേജിലായി ഇരുവരുടെയും ചാനൽ ചർച്ചകളും ഷൂട്ടും എഡിറ്റുമെല്ലാം. റാൻഡം ടോപ്പിക് എന്ന വാക്ക് ഒരു ചാനൽ മുദ്രാവാക്യമാക്കി മാറ്റാൻ ഇരുവരും തീരുമാനിച്ചു. ഐ ആം റാൻഡം എന്ന സ്ലോഗൻ രൂപപ്പെട്ടു. ചാനലിന്റെ പേരിലെ 6000 എടുത്തു കളഞ്ഞ് മിസ്റ്റർ ബീസ്റ്റ് എന്ന് മാത്രമാക്കി. അടുത്ത വീഡിയോ ഏതായിരിക്കുമെന്ന് സബ്സ്ക്രൈബർമാർക്ക് ഒരു പിടിയും കൊടുക്കാത്ത മിസ്റ്റർ ബീസ്റ്റ് ശൈലി രൂപപ്പെട്ടു. റോസ്റ്റിംഗിൽ നിന്ന് പതുക്കെ റാൻഡം ആക്ഷനിലേക്ക് ചാനൽ മാറി. ചാനൽ റോഡിലേക്ക് ഇറങ്ങി. ഉറങ്ങാതിരിക്കൽ, 24 മണിക്കൂർ തുടർച്ചയായി പാട്ട് കേട്ടുള്ള ലൈവ് സ്ട്രീമിംഗ്, ഒരു ദിവസം മുഴുവൻ ഒരേ വീഡിയോ വീണ്ടും വീണ്ടും കണ്ട് ലൈവ് സ്ട്രീമിംഗ്, ലോലിപോപ്പ് എത്ര തവണ നക്കിയാൽ കോല് പുറത്തു കാണുമെന്ന് പഠിപ്പിക്കുന്ന വീഡിയോ, അങ്ങനെ ഈച്ചയെ ട്രിക്സ് പഠിപ്പിക്കുന്ന വീഡിയോ വരെ ചെയ്തു ജിമ്മി. 10,000 സബ് തികഞ്ഞ് 6 മാസം കഴിയും മുമ്പേ ജിമ്മി 1 ലക്ഷം സബ് പൂർത്തിയാക്കി. വെടിക്കെട്ടിന് തീ കൊളുത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ദിവസങ്ങളെടുത്ത് ആയിരക്കണക്കിന് വീഡിയോ ഐഡിയകളാണ് ജിമ്മിയും ക്രിസും ചേർന്ന് എഴുതിയുണ്ടാക്കിയിരിക്കുന്നത്. ഇനി അവരുടെ വരവാണ്. 1 ലക്ഷം സബ്സ്ക്രൈബർമാരിൽ നിന്നും 2017 മെയ് മാസത്തിൽ 1 മില്യൺ സബ്സ്ക്രൈബർമാർ തികയ്ക്കാൻ ജിമ്മിക്ക് വേണ്ടി വന്നത് 280 ദിവസങ്ങൾ മാത്രമായിരുന്നു. ഓരോ ദിവസവും ശരാശരി വർദ്ധിച്ചത് 3300 സബ്സ്ക്രൈബർമാർ. മിസ്റ്റർ ബീസ്റ്റ് വീഡിയോകളിലെ ചില എവർഗ്രീൻ ടാസ്കുകളും ചലഞ്ചുകളും ആക്ഷനും ഈ സമയത്തും തുടർന്നുള്ള 1 വർഷവുമായിട്ടാണ് നടന്നത്. വഴിയിൽ കാണുന്ന ചില മനുഷ്യരെ തിരഞ്ഞെടുത്ത് അവർക്ക് $1000 വീതം നൽകൽ, ജേക്ക് പോളിന്റെ ഇറ്റ്സ് എവരിഡേ ബ്രോ എന്ന ഗാനം 10 മണിക്കൂർ തുടർച്ചയായി റീപ്ലേ ചെയ്ത് കേൾക്കൽ, 1,90,000 അക്ഷരങ്ങളുള്ള ഇംഗ്ലീഷിലെ ഏറ്റവും വലിയ വാക്ക് 2 മണിക്കൂർ എടുത്ത് ഉച്ചരിക്കൽ, ടോസ്റ്റർ എടുത്ത് മൈക്രോവേവനിൽ വെച്ച് ആ മൈക്രോവേവ് ഓവൻ വലിയൊരു മൈക്രോവേവനിൽ വെച്ച് ഒരുമിച്ച് ഓൺ ചെയ്യൽ, 24 മണിക്കൂർ എടുത്ത് 2 ലക്ഷം വരെ എണ്ണൽ, അവനവനെ തന്നെ ഒരു പെട്ടിയിലടച്ച് കൊറിയർ ചെയ്യാൻ ശ്രമിക്കൽ, ഒരു ഗ്രീൻ സ്ക്രീൻ എക്സ്പ്ലോഷൻ എഫക്ട് മാത്രം സ്ക്രീനിലിട്ട് 24 മണിക്കൂർ സ്ട്രീം ചെയ്യൽ, 100 ലെയറുകളിൽ ടോയ്ലറ്റ് പേപ്പറുകൾ കൊണ്ട് സ്വയം പൊതിയൽ, കേക്ക് മുറിക്കുന്ന പ്ലാസ്റ്റിക് കത്തികൾ കൊണ്ട് മണിക്കൂറുകൾ എടുത്തൊരു ഐക്യ ടേബിൾ മുറിക്കൽ, ഊബറിൽ അമേരിക്ക കുറുകെ യാത്ര ചെയ്ത് ലോക റെക്കോർഡ് തകർക്കൽ, ഊബർ ഡ്രൈവർക്കും റെസ്റ്റോറന്റ് വെയിറ്റർമാർക്കും $10,000 വീതം ടിപ്പ് നൽകി ഞെട്ടിക്കൽ, കീപ് നെറ്റ് ന്യൂട്രാലിറ്റി എന്ന് 10 മണിക്കൂർ പറഞ്ഞുകൊണ്ടേയിരുന്ന ലൈവ് സ്ട്രീം, പ്ലേ സ്റ്റോറിലെ ഏറ്റവും എക്സ്പെൻസീവായ ആപ്പുകൾ വാങ്ങി സ്വയം വിഡ്ഢിയാകൽ, $1 നോട്ടും ചില്ലറകളും കൈവണ്ടിയിൽ വലിച്ചുകൊണ്ടുപോയി ആഡംബര കാറുകൾ വാങ്ങൽ, ഒരു ഡ്രോൺ പറത്തി അതിൽ നിന്നും $20,000 കറൻസി ടൗണിൽ വിതറൽ, അങ്ങനെ ഏതാണ്ട് 120ഓളം വീഡിയോകൾ ഈ 2 വർഷങ്ങളിലായി സംഭവിച്ചു. 1 മില്യണിൽ നിന്ന് 3 മില്യണിലേക്ക് സബ്സ്ക്രൈബർമാരുടെ എണ്ണം കൂടി. യൂട്യൂബിൽ ജീവിതം ഹോമിച്ചതിന് തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ അമ്മ സ്യൂ ഡൊണാൾഡ്സന് $1 ലക്ഷം ചെക്ക് സമ്മാനമായി നൽകുന്ന വീഡിയോ 2017 ഡിസംബർ 3-ന് മിസ്റ്റർ ബീസ്റ്റ് അപ്ലോഡ് ചെയ്തു. ജിമ്മി പരിപൂർണമായും മിസ്റ്റർ ബീസ്റ്റായി പരിണമിക്കുന്നതാണ് 2018 ജനുവരി മുതൽ 2020 ഡിസംബർ വരെയുള്ള 730 ദിവസങ്ങളിൽ കണ്ടത്. ജിമ്മിയുടെ വിജയത്തിന്റെ പകുതി ക്രെഡിറ്റ് അവകാശപ്പെടാവുന്ന മിസ്റ്റർ ബീസ്റ്റ് ഗാങ് രൂപപ്പെട്ടത് ആ 2 വർഷങ്ങളിലായിരുന്നു. ക്രിസ് ടൈസൺ, ഷാൻഡലർ ഹാലോ, ടൈലർ കോൺക്ലിൻ, ജേക്ക് ദ വൈക്കിംഗ്, കാൾ ജേക്കബ്സ്, ഗരേത്ത് റൊണാൾഡ്സ്, നൊലാൻ ഹാൻസൺ, ജേക്ക് വെഡിൽ, മാർക്കസ് പിയേഴ്സൺ, ടൈ, താരിക് സലാമെ, ഈതൻ ഷ്രിവർ എന്നിവർ. ഇതിൽ ടൈലർ കോൺക്ലിൻ, ജേക്ക് ദ വൈക്കിംഗ്, ഗരേത്ത് റൊണാൾഡ്സ്, ജേക്ക് വെഡിൽ, മാർക്കസ് പിയേഴ്സൺ, ഈതൻ ഷ്രിവർ, ടൈ എന്നിവർ പല കാലങ്ങളിലായി മിസ്റ്റർ ബീസ്റ്റ് ഗാങ് വിട്ടു. ഇക്കാലം കൊണ്ട് സബ്സ്ക്രൈബർമാരെന്നത് മിസ്റ്റർ ബീസ്റ്റിന് ഒരു വിഷയമേ അല്ലാതായി. യൂട്യൂബിലെ ഏറ്റവും മികച്ച വീഡിയോകൾ നിർമ്മിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് ജിമ്മി പരുവപ്പെട്ടു. ഒരു വീഡിയോ നിർമ്മിക്കുന്നതിന് ശരാശരി ബജറ്റ് $1 ലക്ഷം മുതൽ 1 മില്യൺ വരെ പോയി. മിസ്റ്റർ ബീസ്റ്റ് ഒരു ബ്രാൻഡായി. അങ്ങനെ 2022 ജൂലൈ 28-ന് മിസ്റ്റർ ബീസ്റ്റ് 100 മില്യൺ സബ്സ് നേട്ടം കൈവരിച്ചു. പ്യൂഡിഫൈക്ക് ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെ വ്യക്തിഗത യൂട്യൂബർ. നേട്ടം തന്റെ ആശാനായ പ്യൂഡിഫൈക്ക് തന്നെയാണ് മിസ്റ്റർ ബീസ്റ്റ് സമർപ്പിച്ചത്. 1 മില്യൺ സബ്സ്ക്രൈബർമാരിൽ നിന്നും 100 മില്യൺ, അതായത് 10 ലക്ഷത്തിൽ നിന്നും 10 കോടി സബ്സ്ക്രൈബർമാരിലേക്ക് എത്താൻ മിസ്റ്റർ ബീസ്റ്റിന് കാത്തിരിക്കേണ്ടി വന്നത് 4 വർഷവും 8 മാസവും 12 ദിവസവും മാത്രം. കൃത്യമായി പറഞ്ഞാൽ 1716 ദിവസം. ഒരു ദിവസം ശരാശരി 60,000 സബ്സ്ക്രൈബർമാർ. വേണ്ടി വന്നത് 84 വീഡിയോകൾ. ഒരു വീഡിയോയ്ക്ക് ശരാശരി 1.2 മില്യൺ സബ്സ്ക്രൈബർമാർ. പറഞ്ഞല്ലോ, ഈ സ്ക്രിപ്റ്റ് എഴുതുന്ന ദിവസമാണ് ആ വാർത്ത വന്നത്. ഇന്ത്യൻ മ്യൂസിക് ഭീമന്മാരായ ടി സീരീസിന്റെ യൂട്യൂബ് ചാനലിനെ കടത്തിവെട്ടി ലോകത്തിലെ ഏറ്റവും അധികം സബ്സ്ക്രൈബർമാരുള്ള യൂട്യൂബ് ചാനലായി മിസ്റ്റർ ബീസ്റ്റ് മാറിയിരിക്കുന്നു. അതൊരു ഐതിഹാസികമായ യുദ്ധമായിരുന്നു. ടി സീരീസ് എക്കാലവും അമേരിക്കൻ യൂട്യൂബർമാരുടെ ഒരു ടാർഗറ്റാണ്. പ്യൂഡിഫൈയും ടി സീരീസും തമ്മിൽ ഇത്തരത്തിലൊരു സബ്സ്ക്രൈബർ വാർ 2018-19 വർഷങ്ങളിൽ നടന്നിരുന്നു. പിന്നീട് പ്യൂഡിഫൈയുടെ ഇരട്ടി സബ്സ്ക്രൈബർമാരെ വരെ നേടിയ ടി സീരീസ് ലോകത്തിലെ ഏറ്റവും അധികം യൂട്യൂബ് സബ്സ്ക്രൈബർമാരുള്ള ചാനലായി. ഇന്ത്യയും ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒന്നാം ലോകവും നേരിട്ട് ഏറ്റുമുട്ടിയ ഈ ഓൺലൈൻ യുദ്ധത്തിൽ പരാജയപ്പെട്ട പ്യൂഡിഫൈക്കാണ് തന്റെ ടി സീരീസിന് മേലുള്ള
തരത്തിലുള്ള വിജയം മിസ്റ്റർ ബീസ്റ്റ് സമർപ്പിച്ചത്. 2023 ഒക്ടോബർ 15-നാണ് മിസ്റ്റർ ബീസ്റ്റ് 200 മില്യൺ സബ്സ്ക്രൈബർമാരെ നേടിയത്. 100 മില്യൺ തികഞ്ഞ ശേഷം വെറും 15 മാസം കൊണ്ട് ഇരട്ടിയാക്കി 200 മില്യണിൽ എത്തിക്കുക എന്നത് ആർക്കും സ്വപ്നം കാണാൻ കൂടി പറ്റാത്ത നേട്ടമാണ്. ഒരു ദിവസം ശരാശരി 2,18,000 സബ്സ്ക്രൈബർമാർ. വേണ്ടി വന്നത് ആകെ 24 വീഡിയോകൾ. എല്ലാ വീഡിയോയുടെയും വ്യൂസ് 100 മില്യണിന് മുകളിൽ. ഈ സമീപകാല വീഡിയോകളുടെ കണ്ടന്റ് വിശദീകരിച്ചാൽ എവിടെയും എത്തില്ല. 200 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള മിസ്റ്റർ ബീസ്റ്റിന്റെ വീഡിയോകൾ കാണാൻ ഇനി ആരാണ് ബാക്കിയുള്ളത്? ലോകത്തിലെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബർമാരുള്ള യൂട്യൂബ് ചാനലാകാൻ ജിമ്മി ആഗ്രഹിച്ചു തുടങ്ങിയത് 2023 ജനുവരി മുതലായിരുന്നു. ടി സീരീസിനെ കടത്തിവിട്ടി തനിക്കത് സാധിക്കുമെന്ന കൃത്യമായ ചാനൽ അനലൈസിംഗിലൂടെ ജിമ്മി മനസ്സിലാക്കി. കണ്ടന്റുകൾ അതിനനുസരിച്ച് ഡിസൈൻ ചെയ്യാനും കൂടുതൽ ബജറ്റ് വീഡിയോകൾക്ക് അലോക്കേറ്റ് ചെയ്യാനും ആരംഭിച്ചു. 2023 ഒക്ടോബർ 15 മുതൽ 2024 ജൂൺ 2 വരെയുള്ള 231 ദിവസങ്ങൾ കൊണ്ട് 67 മില്യൺ സബ്സ്ക്രൈബർമാരെ കൂടി അധികമായി നേടി ആകെ സബിന്റെ എണ്ണം 267 മില്യൺ ആക്കിയാണ് ടി സീരീസിനെ മിസ്റ്റർ ബീസ്റ്റ് മറികടന്നത്. ജൂൺ 2 ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2 മണിയോടെ മിസ്റ്റർ ബീസ്റ്റിന്റെ സബ്സ്ക്രൈബർമാരുടെ എണ്ണം 26,67,995. ടി സീരീസിന്റേത് 26,67,6,387. ടി സീരീസിനേക്കാൾ മിസ്റ്റർ ബീസ്റ്റിന് ആ മിനിറ്റിൽ അധികമുണ്ടായിരുന്നത് 1,608 സബ്സ്ക്രൈബർമാർ. മിസ്റ്റർ ബീസ്റ്റിന് എന്ത് വരുമാനം ഇതുവരെ യൂട്യൂബിൽ നിന്ന് ലഭിച്ചു, ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന 50 ബില്യൺ വ്യൂസിന്റെ ടൈം ലൈൻ എന്താണ് തുടങ്ങിയവ വിശദീകരിക്കാൻ നിന്നാൽ വീഡിയോ തീരില്ല. തൽക്കാലം മിസ്റ്റർ ബീസ്റ്റിന്റെ സബ്സ്ക്രൈബർമാരിൽ ഈ ഫുൾ സ്റ്റോറി ഒതുക്കുന്നു. നന്ദി.